നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം എത്തി 6 ദിവസം കഴിഞ്ഞിട്ടും ആര് കേരളം നയിക്കുമെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി കസേരയിൽ വിജയ് കയറുമ്പോഴും നാഥനില്ല കളരിയായി അവശേഷിക്കുകയാണ് കേരളം. മുഖ്യമന്ത്രി പദത്തിലേക്ക് 3 പേരുടെ പേരുകൾ ചർച്ചയാകുമ്പോഴും വിഷയത്തിൽ കാത്തിരിക്കുന്നത് വമ്പൻ ടെസ്റ്റാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പദം അഥവാ മുഖ്യമന്ത്രി കസേര ശരിക്കും കാത്തിരിക്കുന്നത് മറ്റൊരു വ്യക്തിക്കാണ്. അതായത് എന്തുകൊണ്ടും മുഖ്യമന്ത്രി പദത്തിന് എത്താൻ യോഗ്യൻ ശശി തരൂർ എംപിയുടെ പേരാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യമാണ് പുറത്തുവരുന്ന സൂചന. അതുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലെ ഉദ്യോഗം നിറഞ്ഞ 3 മണിക്കൂർ ചർച്ചകൾക്കൊടുവിലും കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന് പ്രഖ്യാപിക്കാതെ ഹൈക്കമാൻഡ് പിരിഞ്ഞത്. ഘടകകക്ഷി നേതാക്കളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ച ശേഷവും 2 ദിവസത്തിനകം പ്രഖ്യാപിക്കാം എന്നാണ് തീരുമാനം. അതായത് 2 ദിവസം ചോദിച്ചത് ഈ മുന്നിൽ നിൽക്കുന്ന 3 പേരെ അല്ല എങ്കിൽ മുഖ്യമന്ത്രി പദത്തിനായി നിൽക്കുന്നവരെ ഒന്ന് അനുനയിപ്പിക്കാനുള്ള സമയമാണ്. മുഖ്യമന്ത്രി പദത്തിനായി അവകാശമുന്നയിക്കുന്ന 3 പേരിൽ കെ.സി. വേണുഗോപാലിന് മുൻതൂക്കമുണ്ട് എന്നാണ് പൊതുവെ ഉള്ള ഒരു സൂചന. എന്തായാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഒക്കെ പ്രതീക്ഷ കൈവിടാതെയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സതീശനും വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അണികളുടെ പ്രകടനങ്ങൾ നിർത്തണമെന്നൊക്കെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. രാഹുൽ നേരിട്ട് ഇടപെട്ടതോടെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ അനുരഞ്ജനത്തിലെത്തിക്കാമെന്നാണ് ഒരു കണക്കുകൂട്ടൽ. യോഗത്തിൽ രമേശ് ചെന്നിത്തല തന്റെ സീനിയോറിറ്റി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു. ഇക്കാര്യം ഹൈക്കമാൻഡ് ശ്രദ്ധാപൂർവം കേട്ടതായും അതിൽ സംതൃപ്തിയുണ്ടെന്നും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ അംഗീകരിക്കുന്നു. എന്തായാലും അന്തിമ തീരുമാനം എന്തായാലും അത് അംഗീകരിച്ചല്ലേ പറ്റൂ. 3 നേതാക്കളും രാഹുലിനെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെയും അറിയിച്ചിട്ടുണ്ട് തങ്ങൾ എന്ത് തീരുമാനത്തെയും അംഗീകരിക്കാൻ തയ്യാറാണെന്ന്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും മെയ് 23 വരെ അതിന് സമയമുണ്ട് എന്നും കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കിയിട്ടുണ്ട്. കെ.പി.സി.സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനും കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കൊപ്പം എത്തിയാണ് ദീപാദാസ് മുൻഷി ഇക്കാര്യം പറഞ്ഞത്. ചേരിതിരിഞ്ഞ് ആരും പ്രകടനങ്ങൾ നടത്തരുതെന്നും പോസ്റ്ററുകൾ പതിക്കരുതെന്നും ഉള്ളവയെല്ലാം നീക്കം ചെയ്യണമെന്നും നേതാക്കൾ ഒറ്റക്കെട്ടായി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രവർത്തികൾ പാർട്ടിയുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നാണ് ദീപാദാസ് മുൻഷി വിമർശിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഖാർഗെയുടെ വസതിയിൽ യോഗം തുടങ്ങിയത്. നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും യോഗത്തിന് പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ആദ്യം ദീപാദാസ് മുൻഷിയെ കണ്ടിരുന്നു. പിന്നീട് നിരീക്ഷകർ രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ എന്നിവരിൽ നിന്നായി വിവരങ്ങൾ ശേഖരിച്ചു. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമെന്നും ഇത് എല്ലാവരും അംഗീകരിക്കണം എന്നാണ് രാഹുലിന്റെ നിർദ്ദേശം. തീരുമാനം വന്നാൽ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത തീരുമാനമാണ് എങ്കിൽ അനുസരിക്കുമെന്നും, അതായത് തീരുമാനം എന്തായാലും അത് അപ്പാടെ അനുസരിക്കുമെന്നും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും നേതാക്കൾ ഉറപ്പ് നൽകിയതോടെ തീരുമാനം എന്തായാലും അനുസരിക്കുമെന്നും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും അക്കാര്യത്തിൽ നേതാക്കൾ ഉറപ്പ് നൽകിയതോടെയാണ് യോഗം അവസാനിച്ചത്. എന്താവും, അതായത് ആരാകും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകും.